ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യത്തിൽ യേശു നഥനയേലിനോട് പറയുന്ന ഒരു പ്രസ്താവന നമുക്കറിയാം. നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് അവനോട് പറയുകയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ഫിലിപ്പോസിനെ കണ്ടിട്ട് തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഫിലിപ്പോസ് മുഖാന്തരമാണ് നഥനയേലിനോട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ യേശുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഉടൻ ന്യായപ്രമാണവുമായിട്ട് വളരെ പരിചയമുണ്ടായിരുന്ന നഥനയേൽ യേശുവിനെക്കുറിച്ച് ഫിലിപ്പോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നസ്രയനായ യേശു എന്ന് കേൾക്കുമ്പോൾ നസ്രത്ത് എന്നുള്ള പട്ടണത്തെക്കുറിച്ച് നഥനയേലിനൊരു മുൻവിധിയുണ്ട്. ആ പട്ടണത്തിൽ ഒരു ഉയർച്ചയില്ലാത്ത പട്ടണമാണ്, ഒരു ശ്രേഷ്ഠതയില്ലാത്ത പട്ടണമാണ്. അവിടെയാണോ ഈ യേശു വളരുന്നത് എന്നുള്ള ചിന്തകൾ, ആ പട്ടണത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും തൻ്റെ ഉള്ളിൽ പല ചിന്തകൾ വന്നു. എന്നാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ യേശു നഥനയേലിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് പറയുകയാണ്. ഇവനിൽ കപടമില്ല. അർത്ഥം, യഥാർത്ഥ യേശുവിനെ, ന്യായപ്രമാണത്തിൻ്റെ വരികൾക്കകത്ത് വെളിപ്പെടുത്തിയ യേശുവിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു നഥനയേൽ. എന്നാൽ തൻ്റെ അകത്ത് നസ്രത്തുകാരൻ എന്ന് കേട്ടപ്പോൾ ചില മുൻവിധികളുണ്ടായിരുന്നു. എന്നാൽ ആ മുൻവിധികൾ മാറത്തക്ക നിലകളിൽ യേശു തന്നോട് പറയുന്നു, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കുന്നു, എവിടെ വെച്ച് നമുക്ക് പരിചയമുണ്ട്? യേശു പറയുക, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവന് അത്ഭുതമായി, ആശ്ചര്യമായി. ഞാൻ അത്തിയുടെ കീഴിലിരുന്ന് ദൈവവചനം ധ്യാനിച്ചത്, പ്രാർത്ഥിച്ചതൊക്കെ കണ്ട ഒരുവൻ, അവൻ മശിഹ, അവൻ രക്ഷകൻ, അവൻ സത്യദൈവമാണ് എന്ന തിരിച്ചറിവ് നഥനയേലിന് വരികയാണ്. ഉടൻ യേശു അവനോട് പറയുകയാണ്, നീ ഇത് വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാളും വലിയത് കാണും എന്ന് യേശു അവനോട് പറയുകയാണ്. നോക്കുക, തൻ്റെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ചും നസ്രത്തിനെക്കുറിച്ചും ചെറിയ ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് മാറ്റം വന്നു. യേശു സാക്ഷാൽ ദൈവമെന്നും നസ്രയനായ യേശു അത് യഥാർത്ഥ രക്ഷകനാണെന്നുള്ള ചിന്ത തൻ്റെ അകത്ത് വന്നപ്പോൾ യേശു അവനോട് പറയുക, നീ ഇതിനേക്കാൾ വലിയത് കാണും. അതെ, ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശുവിനെ നിങ്ങൾ വലിയവനായി കാണുന്നു എങ്കിൽ, യേശുവിൻ്റെ ആ സ്നേഹത്തെ നിങ്ങൾ വലുതായി കാണുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും ചില വലിയ കാര്യങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കുകയാണ്. ഇതുവരെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നും പരാജയങ്ങളാണ് മുൻപിൽ, എന്നും തകർച്ചകളാണ്, എന്നും നിരാശകളാണ്, എന്നും തോൽവിയാണ്, എവിടെയും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിനെ വലുതായി കാണുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയട്ടെ, നിങ്ങൾ ചില വലിയ കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ വലുതായി കണ്ട വ്യക്തികൾ അത് നിശ്ചയമായും വലിയ കാര്യങ്ങൾ കാണത്തക്ക നിലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. നഥനയേലിനോട് യേശു പറയുകയാണ്, നീ ഇതിനേക്കാൾ വലിയത് കാണും. അതെ, വലിയത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും ജീവിതത്തിൽ പരാജയം മാത്രം അനുഭവിച്ച ചില വ്യക്തികൾ, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയതായി ഒന്നാമതായി കാണേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ നിങ്ങൾ ജീവിതത്തിൽ ഒന്നാമനായി വലിയവനായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതേ ദൈവം, വചനം പറഞ്ഞ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും അതേ പലയിടങ്ങളിലും വലിയ നിലകളിൽ, വലിയ അനുഭവങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും എന്നുള്ള വചനം നിങ്ങളോട് കൈമാറുകയാണ്. അതെ, ഈ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് കാണത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. ഇന്നലകളിൽ വലിയത് കാണുമെന്ന് ആഗ്രഹിച്ച സ്ഥാനങ്ങളിൽ
പലയിടത്തും നിങ്ങൾ പരാജയപ്പെട്ടു പോയി. എന്നാൽ യേശുവിനെ, എല്ലാറ്റിലും വലിയതായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞാൽ, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ടതായ വലിയ കാര്യങ്ങളെ കാണിക്കുവാൻ യേശുവിന് കഴിയും. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.